പാലക്കാട് രാഹുൽ വേണം. എന്തറിയോ, പെണ്ണുങ്ങളും കുറേയൊക്കെ ശ്രദ്ധയും വേണം. അങ്ങനെ തെറ്റ് ചെയ്തു എന്ന് നമുക്ക് ഞങ്ങളുടെ മനസ്സിലൊന്നും ഇല്ല. അങ്ങനെ പെടുത്തിയതായിരിക്കോ അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് അങ്ങനെ തോന്നലുണ്ട്. ഒന്നാമത്തത് പെണ്ണുങ്ങളുടെ അടുത്തും ആണുങ്ങൾ മാത്രം കുറ്റം പറയരുത്. പെണ്ണുങ്ങളും അതിനെന്താ ശ്രദ്ധ അല്ല ഇതായിട്ട് അവരും കുറേ ആലോചിക്കണം. എന്തെങ്കിലും ഒരു കാര്യത്തിന് നീങ്ങുമ്പോഴും എടുക്കുമ്പോഴും പെണ്ണുങ്ങളുടെ ഭാവിയൊക്കെ. പാലക്കാട്ട് രാഹുൽ വേണം, രാഹുൽ ഇവിടെ തന്നെ വേണം, രാഹുൽ ഇവിടെ തന്നെ മത്സരിക്കണം, രാഹുലിനെ ഞങ്ങൾ വിജയിപ്പിക്കും. ആ ഒരു ഉറപ്പ് പാലക്കാട്ട് ജനം ഓരോ ദിവസവും അനുദിനം രാഹുലിനെ കണ്ട് രാഹുലിനോട് തങ്ങളുടെ പിന്തുണ അവർ രാഹുലിന് ഉറപ്പ് നൽകുകയാണ്. വേറെ ഒന്നുമല്ല, ഇപ്പോ ഇത്തരത്തിലൊരു രാഹുലിനെ കണ്ട് രാഹുലിനോട് ആവശ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ രാഹുലിനെ കാണാൻ വരുന്ന ആളുകളൊക്കെ അവരുടെ ആവശ്യങ്ങളുമായിട്ടല്ല രാഹുലിനെ കാണാൻ എത്തുന്നത്. മറിച്ച് ഞങ്ങൾക്ക് രാഹുലിനെ വേണമെന്നുള്ള അവരുടെ ആവശ്യം രാഹുലിനെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോ രാഹുലിനെ കാണാൻ ആളുകൾ എത്തുന്നത്, പാലക്കാട്ടെ ജനത എത്തുന്നത്. എന്ന് പറഞ്ഞാൽ പാലക്കാട്ടുകാർക്ക് രാഹുൽ വേണം എന്നുള്ളത് തന്നെയാണ്. ഈ പറഞ്ഞ വിവാദങ്ങളും ഈ പറഞ്ഞ പുകമറകളും ഒക്കെ എവിടെ വരെ എത്തിച്ചു എന്ന് ചോദിച്ചാൽ എവിടെ വരെയും എത്തിച്ചിട്ടില്ല. എന്ന് പറഞ്ഞാൽ രാഹുലിന്റെ രോമത്തിൽ സ്പർശിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതിന്റെ ഓരോ തെളിവുകളും നമ്മൾ ഇന്നു മുതൽ ഓരോന്നായിട്ട് പുറത്തേക്ക് വിടുകയാണ്. കാരണം അതിന്റെ ഒരു എഫക്റ്റ്, അതായത് ഈ വിവാദങ്ങൾ കൊണ്ടോ ഈ പുകമറകൾ കൊണ്ടോ ഈ മാധ്യമ വിചാരണ കൊണ്ടോ രാഹുലിനെ സ്പർശിക്കാൻ കഴിഞ്ഞില്ല എന്നതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് അത് പൊതുവെ നമ്മുടെ മാപ്രകളെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട്, അവരെ വേട്ടയാടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവരുടെ ഭാഗത്തു നിന്ന് അത്തരത്തിലുള്ള ചില നീക്കങ്ങളൊക്കെ, രാഹുലിനെതിരായ നീക്കങ്ങൾ സജീവമാക്കി നിർത്തുവാനുള്ള ചില താല്പര്യങ്ങൾ അവിടെയും ഇവിടെയും ഒക്കെ ഉദിച്ചു വരുന്നുണ്ടെങ്കിലും പക്ഷേ അതൊക്കെ ബന്ധപ്പെട്ടവർ തന്നെ അത് മുളയിലേ നുള്ളിക്കളയുകയാണ് ചെയ്യുന്നത്. അപ്പോ അതേക്കുറിച്ച് നമ്മൾ സംസാരിച്ചതാണ്. വീണ്ടും അതേ ആ ടോപ്പിക്ക് ഞാൻ ഇവിടെ ആവർത്തിക്കുന്നില്ല. കഴിഞ്ഞ ദിവസം KPCC പ്രസിഡന്റിനോട് ചോദിച്ച ചോദ്യങ്ങളും നേമം ഷജീറുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും നേമത്തെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ നേമം ഡിവിഷനിൽ നേമം ഷജീറിനെ സ്ഥാനാർത്ഥിയാക്കിയ അതുമായി ബന്ധപ്പെട്ട് ഒരു മാധ്യമ പ്രവർത്തകയുടെ ചോദ്യമാണ്. അത് ചോദ്യമെന്ന് എനിക്ക് പറയാൻ കഴിയില്ല, പക്ഷെ അവരുടെ ഒരു കരച്ചിലായിരുന്നു. എന്താ, രാഹുലിന്റെ കൂടെ നിയമസഭയിലേക്ക് കൂട്ടുവന്ന ആളെയാണല്ലോ നിങ്ങൾ സ്ഥാനാർത്ഥിയാക്കിയത് എന്നുള്ളത്. അതിനുള്ള മറുപടി നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്, അതുകൊണ്ട് വീണ്ടും ആവർത്തിക്കുന്നില്ല. അതവിടെ നിൽക്കട്ടെ. പാലക്കാട്ടെ സ്ഥിതിവിശേഷം എന്താണ് എന്ന് നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാല് പാലക്കാട്ട് ഒരു ഈസി വാക്ക് ഓവറിലേക്കാണ് കാര്യങ്ങൾ ഇപ്പോ ചെന്നെത്തുന്നത് എന്നുള്ളതാണ്. അത് പാലക്കാട്ടെ ജനത തിരിച്ചറിയുന്നു. ആ പാലക്കാട്ടെ ജനതയുടെ പിന്തുണയും അവരുടെ ഈ പറയുന്ന മെന്റാലിറ്റിയും അവരുടെ മനസ്സും അറിയുന്ന പാലക്കാട്ടെ CPM-ഉം BJP-യും അത് തിരിച്ചറിയുന്നു. ഇപ്പൊ നിലവില് ഈ 2025 ഡിസംബറിൽ നടക്കാൻ പോകുന്ന തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ്, ആ തിരഞ്ഞെടുപ്പിനെ പോലും സ്വാധീനിക്കാൻ കെൽപ്പുള്ള ശക്തിയായി രാഹുൽ മാങ്കൂട്ടം മാറുന്നു. ഇന്നലെ ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ മുഖ്യധാരാ മാധ്യമത്തിൽ വന്ന ഒരു വാർത്ത ഞാൻ കണ്ടിരുന്നു. ആ വാർത്ത ഞാൻ ഇവിടെ സംപ്രേഷണം ചെയ്യുന്നില്ല. ആ വാർത്ത എന്ന് പറയുന്നത് വീഡിയോയുടെ ലെങ്തിനെ ബാധിക്കുന്നത് കൊണ്ടാണ്. ഈ പറയുന്ന ന്യൂസ് മലയാളം ചാനലിൽ അവിടെ ഈ പറയുന്ന 2 മാധ്യമ പ്രവർത്തകർ നടത്തുന്ന ഒരു പരിപാടിയുണ്ട്. ആ പരിപാടിയുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല. അവർ ഇങ്ങനെ വിശകലനം ചെയ്യുന്ന ഒരു പരിപാടിയാണ്. അതിൽ അവർ പറയുന്നത് രാഹുലിനെ ഇങ്ങനെ സജീവമാകാൻ വിട്ടുകഴിഞ്ഞാൽ അത് വരുന്ന തെരഞ്ഞെടുപ്പില് കോൺഗ്രസിനെ പാലക്കാട്ട് ബാധിക്കുമെന്നാണ് പറയുന്നത്. യെസ്, നിങ്ങൾ പറഞ്ഞത് കറക്റ്റാണ്, പക്ഷെ നിങ്ങൾ ഉദ്ദേശിച്ചത് ശരിയല്ല എന്നാണ് ഞാൻ പറഞ്ഞു വെക്കുന്നത്. നിങ്ങൾ പറഞ്ഞത് അത് കോൺഗ്രസിനെ ബാധിക്കും, ബട്ട് അത് കോൺഗ്രസിനെ ബാധിക്കുക നെഗറ്റീവ് ആയിട്ടായിരിക്കില്ല, അത് പോസിറ്റീവ് ആയിരിക്കും എന്നുള്ളതാണ് പാലക്കാട്ടെ ജനത പറയുന്നത്. ഏതെങ്കിലും സ്റ്റുഡിയോ റൂമില് ക്യാമറ മുന്നിൽ നിർത്തിക്കൊണ്ട് മൈക്കിന് മുന്നിൽ സംസാരിക്കുന്നവരുടെ അഭിപ്രായങ്ങളല്ല പാലക്കാട്ടെ ജനതക്കുള്ളത്. പാലക്കാട്ടെ പൊയിലി വെയിൽ കൊള്ളുന്ന സാധാരണക്കാരനുള്ള അഭിപ്രായം എന്ന് പറയുന്നത് അത് പാലക്കാട്ടെ ഈ പറയുന്ന തദ്ദേശ ഭരണത്തിനെ സ്വാധീനിക്കുമെന്നുള്ള കാര്യം തന്നെയാണ് അവർക്കുള്ളത്. പക്ഷേ അതൊരിക്കലും കോൺഗ്രസിന് നെഗറ്റിവിറ്റി ആയിരിക്കില്ല, അത് പോസിറ്റിവിറ്റി മാത്രം സമ്മാനിക്കുമെന്നുള്ളത് പാലക്കാട്ടെ ജനം തുറന്നു പറയുകയാണ്. ഈ ഒരു തിരിച്ചറിവ് പാലക്കാട്ടെ ജനതക്ക് മാത്രമല്ല, ഇപ്പൊ നിലവിലെ നഗരസഭാ അധ്യക്ഷയായിട്ടുള്ള പ്രമീള ശശിധരന് ആ ഒരു തിരിച്ചറിവുണ്ട്. നഗരസഭാ കൗൺസിലറായിട്ടുള്ള ശിവരാജൻ, BJP-യുടെ കൗൺസിലറായിട്ടുള്ള ശിവരാജൻ, ആ തിരിച്ചറിവുണ്ട്. ഇവരൊക്കെ
രാഹുലിന്റെ പക്ഷത്തേക്ക് കൂടുമാറാൻ തയ്യാറായി നിൽക്കുകയാണ്. ഏത് നിമിഷവും ഈ പറഞ്ഞ തെരഞ്ഞെടുപ്പ് നോട്ടിഫിക്കേഷൻ വന്നതിന് തൊട്ടു പിന്നാലെ ഇനിയുള്ള ഏത് സെക്കൻഡിലും ഈ പറഞ്ഞ കരിനീക്കങ്ങൾ ഉറപ്പായിട്ടും പാലക്കാടിന്റെ മണ്ണിൽ നടക്കുമെന്നുള്ള ഒരു കാര്യത്തിൽ നിങ്ങൾക്കൊരു തർക്കവും വേണ്ട. നിങ്ങൾ കാത്തിരുന്നോളൂ. പാലക്കാട്ടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരും. പാലക്കാട്ടെ UDFന്റെ സ്ഥാനാർത്ഥി പട്ടിക വരുമ്പോൾ അതിൽ പ്രമീള ശശിധരൻ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും നിങ്ങൾക്ക് ആർക്കും വേണ്ട. അപ്പോ കാര്യങ്ങൾ രാഹുലിന് അനുകൂലമായിട്ട് തന്നെയാണ് പോകുന്നത്. ഇവിടെ രാഹുൽ എന്ന് പറയുന്ന വിഷയം, രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഫാക്ടർ, അത് പാലക്കാട്ടെ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുമോ എന്ന് ചോദിച്ചാൽ യെസ്, അത് സ്വാധീനിക്കും. അത് വ്യക്തമായി സ്വാധീനിക്കും. അത് പോസിറ്റീവായി സ്വാധീനിക്കും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അതിന്റെ ഓരോ തെളിവുകളും പുറത്തു വരുന്ന ഈ പറയുന്ന തെളിവുകളും വാർത്തകളും പാലക്കാട്ടുകാരുടെ ഈ രാഹുലിന്റെ സ്വീകാര്യതയും പാലക്കാട്ടുകാർക്ക് മുന്നിൽ രാഹുലിന് ലഭിക്കുന്ന സ്വീകാര്യതയും ഒക്കെ അതിനുള്ള കാരണമാകും. പാലക്കാട് നഗരസഭ മാത്രമല്ല, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് അവസാനിക്കുന്നതോടുകൂടി പാലക്കാട് നഗരസഭയും അതേപോലെ തന്നെ കണ്ണാടി പഞ്ചായത്തും, ഇപ്പോ CPM ഭരിക്കുന്ന കണ്ണാടി പഞ്ചായത്തും പാലക്കാട് BJP ഭരിക്കുന്ന പാലക്കാട് നഗരസഭയും ഈ പറയുന്ന രാഹുലിന്റെ സ്വാധീനത്തിൽ കോൺഗ്രസിന്റെ ഭരണത്തിലേക്ക് നടന്നു കയറുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ഇവിടെ രണ്ട് കാര്യങ്ങളാണുള്ളത്. ഒന്ന് എന്ന് പറയുന്നത് കഴിഞ്ഞ നവംബറിൽ നടന്ന 2024 നവംബറിൽ നടന്ന ഈ പറഞ്ഞ ഉപതെരഞ്ഞെടുപ്പാണ്. നവംബറിൽ 23-നാണല്ലോ റിസൾട്ട് വന്നത്. ആ റിസൾട്ട് വന്ന ദിവസം നിങ്ങളൊന്ന് ആലോചിക്കുക. റിസൾട്ട് വന്ന ദിവസം 1, 2, 3 മൂന്നാം റൗണ്ട് എണ്ണി തുടങ്ങുമ്പോഴേക്കും രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് 1200-ലേക്ക് എത്തി എന്നുള്ളതാണ്. ആ മൂന്നാമത്തെ റൗണ്ട് എവിടെയാണ് നടക്കുന്നത്? BJPയുടെ കോട്ടകളിലാണ് എണ്ണകൾ ആ മൂന്നാമത്തെ റൗണ്ടിൽ നടന്നിരിക്കുന്നത്. അവിടെ മൂന്നാമത്തെ റൗണ്ട് എണ്ണി തുടങ്ങിയപ്പോഴും തന്നെ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് 1200-ലേക്കാണ്. ഇനി നഗരസഭ ഭരിക്കുന്ന BJP ഭരിക്കുന്ന നഗരസഭയിൽ രാഹുൽ ആ ഉപതെരഞ്ഞെടുപ്പിലെ വോട്ടെണ്ണലിൽ നഗരസഭയുടെ പരിധിയിൽ പോലും രാഹുൽ മാങ്കൂട്ടത്തിലാണ് ഭൂരിപക്ഷം. കൃഷ്ണകുമാർ അവിടെയും 3-ാം സ്ഥാനത്തായിരുന്നു, പിന്നിലേക്ക് പോയിരുന്നു. അങ്ങനെ അവിടെ ഒരു വ്യക്തമായ കാര്യം കൂടി പറയാനുണ്ട് കേട്ടോ. കാരണം ഷാഫി പറമ്പിലിനും ശ്രീധരനും മത്സരിച്ച ആ തെരഞ്ഞെടുപ്പിൽ ഷാഫിക്ക് ലീഡ് ചെയ്യാൻ 13-ാം റൗണ്ടും കഴിഞ്ഞ് 14-ാം റൗണ്ടിലേക്ക് എത്തിയപ്പോഴാണ് ഷാഫി പറമ്പിൽ ലീഡ് ചെയ്യുന്നത്. അതുവരെ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13 ഈ 13 റൗണ്ട് വോട്ടെണ്ണലുകളിലും ശ്രീധരൻ BJPയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച മെട്രോമാൻ എന്നറിയപ്പെടുന്ന ശ്രീധരൻ മെട്രോമാൻ എന്ന് പറയുന്ന ആ വ്യക്തിപ്രഭാവത്തിൽ 13-ാം റൗണ്ട് കഴിയുന്നത് വരെയും ലീഡ് ചെയ്ത ശ്രീധരൻ 14-ാം റൗണ്ടിൽ എത്തിയപ്പോഴാണ് ഷാഫി പറമ്പിൽ ലീഡിലേക്ക് എത്തുന്നത് എന്നുള്ള കാര്യം വളരെ ശ്രദ്ധേയമാണ്. അവിടെയാണ് ഈ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പില് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് നിന്ന് 3-ാം റൗണ്ട് എണ്ണി തുടങ്ങുമ്പോഴേക്കും 1200 വോട്ടിന്റെ ലീഡിലേക്ക് നടന്നു കയറുന്നത്. ആ ഒരു പ്രതിഫലനം ഇപ്രാവശ്യം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലും അതുപോലെ അത് കഴിഞ്ഞ് 2026-ൽ നടക്കാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഈ പ്രതിഫലനങ്ങൾ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട നിങ്ങൾക്കാർക്കും. അപ്പോഴും നിങ്ങൾ പറയും, ഈ പറഞ്ഞ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷമാണല്ലോ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വിവാദങ്ങൾ ഉയർന്നു പൊങ്ങിയത് എന്ന്. അതൊന്നും പാലക്കാടിന്റെ മണ്ണിലെ യാതൊരുവിധ കോട്ടവും രാഹുൽ മാങ്കൂട്ടത്തിൽ തട്ടിച്ചിട്ടില്ല എന്നുള്ള കാര്യത്തിലും ഒരു തർക്കവും വേണ്ട. മനസ്സിലായില്ലേ? പാലക്കാട്ട് ഈ വിവാദങ്ങൾക്ക് മുമ്പുള്ള രാഹുലും വിവാദങ്ങൾക്ക് ശേഷമുള്ള രാഹുലും എന്ന് നമ്മൾ വേർതിരിച്ച് കണ്ടു കഴിഞ്ഞാൽ വിവാദങ്ങൾക്ക് ശേഷമുള്ള രാഹുൽ ഒന്നുകൂടി അജയ്യനായി, ഒന്നുകൂടി കരുത്താർജിച്ചു, ഒന്നുകൂടി ശക്തനായി എന്നുള്ള കാര്യങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. അതാണ് വസ്തുതയും അതാണ്. വിവാദങ്ങൾക്ക് മുമ്പുണ്ടായ രാഹുൽ അല്ല വിവാദങ്ങൾക്ക് ശേഷമുള്ള രാഹുൽ പാലക്കാടിന്റെ മണ്ണില്. ഞാൻ പാലക്കാട്ടെ കാര്യമാണ് പറയുന്നത്. പാലക്കാടിന്റെ മണ്ണില് ഒരു വിധത്തിലുള്ള ഈ പറഞ്ഞ പ്രചരണങ്ങൾക്കോ കുപ്രചരണങ്ങൾക്കോ രാഹുലിന്റെ ഈ പറയുന്ന സ്വീകാര്യതയെ തകർക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് വസ്തുത. ആ വസ്തുത നിലനിൽക്കെ ഈ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പില് പാലക്കാട്ടെ സംബന്ധിച്ചിടത്തോളം രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്നത് അവിടെ വലിയ ഒരു ഫാക്ടർ തന്നെയാണ്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഇടപെടലുകൾ ഈ പറയുന്ന നഗരസഭയും കണ്ണാടി പഞ്ചായത്തും കോൺഗ്രസിന്റെ ഭരണത്തിലേക്ക് എത്തിക്കുവാനുള്ള എല്ലാവിധ
സന്നാഹങ്ങളും ഒരുക്കി തയ്യാറാക്കിയിട്ടുണ്ട്. അതിനുള്ള വഴികളും രാഹുൽ വെട്ടിവെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോ രാഹുൽ മാങ്കൂട്ടം പാലക്കാട് സ്വാധീനിക്കപ്പെടും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പക്ഷേ അത് കോൺഗ്രസിനെ ബാധിക്കുന്നത് ഏത് തരത്തിലാണെന്ന് ചോദിച്ചാൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവായ ഒരു വഴിയിലേക്കുള്ള യാത്രകളുടെ തുടക്കമായിരിക്കും എന്നുള്ള കാര്യത്തിലും ഒരു തർക്കവും വേണ്ട. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ സംഭവിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല കേട്ടോ. അങ്ങനെ സംഭവിക്കുമ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഈ പാലക്കാട് നഗരസഭ, BJP ഭരിക്കുന്ന നഗരസഭ, BJPയുടെ കോട്ടയാണെന്ന് പറയപ്പെടുന്ന നഗരസഭ, ആ നഗരസഭയും അതുപോലെ തന്നെ ഈ പറയുന്ന കണ്ണാടി പഞ്ചായത്തും, CPM ഭരിക്കുന്ന CPMന്റെ കോട്ടയെന്ന് പറയപ്പെടുന്ന കണ്ണാടി പഞ്ചായത്തും ഈ പ്രാവശ്യത്തെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ ഭരണത്തിലേക്ക് നടന്നു കയറുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും നിങ്ങൾക്ക് ആർക്കും വേണ്ട. എന്ന് പറഞ്ഞാൽ പാലക്കാട്ടുകാർക്ക് രാഹുൽ വേണം, രാഹുൽ മാത്രം മതി.